ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ജോയിന്റ് ചെയ്യുന്നു. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആംഗിളിന്റെ ഇത് ഡബിൾ ആയിരിക്കും. ഓക്കെ, അതായത് ദിസ് ഈസ് സെന്റർ ഓഫ് ദി സർക്കിൾ. ഈ രണ്ട് വെർട്ടിസസ്, രണ്ട് പുള്ളികൾ വട്ടത്തിലുള്ളത്. ഇത് കൂടാതെ ഈ സർക്കിളിന്റെ മേൽ ഏതൊരു പുള്ളിയിലും നമ്മൾ ഈ ആംഗിൾ രണ്ടിന്നും വരച്ച് ജോയിന്റ് ചെയ്താൽ ആ ആംഗിള് ഈ സെൻട്രൽ ആംഗിളിന്റെ പാതിയായിരിക്കും. അതാണ് നമ്മൾ തിയറം പഠിച്ചത്. ഇപ്പൊ നമുക്ക് എങ്ങനെ വരും? അപ്പൊ AOC ആംഗിൾ AOC ദാറ്റ് ഈസ് ഈക്വൽ ടു AOC എന്ന് പറയുന്നത് 2 ഇൻറ്റു ഈ ആംഗിൾ ABC, 2 ഇൻറ്റു ആംഗിൾ ABC എന്ന് വരും. അടുത്തത് നമ്മൾ ഈ ആർക്ക് എടുക്കുക. ഇതാണ് നമ്മൾ രണ്ടും പ്രൂവ് ചെയ്യേണ്ട ആർക്ക്. ഇത് മാത്രം. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഇതാണ്. അപ്പോൾ DOB ആംഗിൾ DOB ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു DOB. ഈ രണ്ട് പോയിന്റും സർക്കിളിൽ വേറൊരു പോയിന്റിലും ടച്ച് ചെയ്യുന്നു. അത് ഇതാണ്. അപ്പൊ ഇതിനെ രണ്ടും നമ്മൾ ജോയിന്റ് ചെയ്യുന്നു. ഈ ആംഗിളിനേക്കാളും ഇതിന്റെ പാതിയായിരിക്കും. അപ്പോൾ 2 ഇൻറ്റു DCB ആംഗിൾ DCB. ഓക്കെ, ഇത്രയും നമ്മൾ സർക്കിളിന്റെ തിയറത്തിൽ പഠിച്ചതാണ്. അടുത്ത് നമ്മൾ എടുക്കുന്നത് ഈ ട്രയാങ്കിൾ എടുക്കുക. ഇത് പെർപെൻഡിക്കുലർ, അതായത് ഈ ട്രയാങ്കിളിന് M എന്ന് പേര് കൊടുക്കുന്നു. ഈ ജോയിന്റ് ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ സൈഡും 90 ഡിഗ്രി ആയിരിക്കും. ഇത് വെർട്ടിക്കൽ ലൈനാണ്. അപ്പൊ ട്രയാങ്കിൾ CMBയില് ഒരു ആംഗിൾ എത്ര? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി. അപ്പൊ മറ്റേ രണ്ട് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇത് 90 ഡിഗ്രി ആകുമ്പോൾ മറ്റേ രണ്ട് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? മൊത്തം ഒരു ട്രയാങ്കിളിന് 180 ഡിഗ്രി. 180 മൈനസ് 90 = 90 ഡിഗ്രി വരണം. അപ്പൊ ഈ രണ്ട് ആംഗിളും കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം?